സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതവും എഴുത്തുകളും മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഡോക്ടറുടെ ചർച്ച് ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കത്തോലിക്ക സഭയിൽ ഈ പദവി ലഭിക്കുന്നവർ അവരുടെ തത്വശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നൽകിയവരാണ്. കത്തോലിക്ക സഭയിൽ ഡോക്ടറുടെ ചർച്ച് ആകുന്ന ആദ്യ വനിതയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. കാർമലിലെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി അവളുടെ ജീവിതം അനേകരുടെ ജീവിതത്തിൽ ഒരു വഴിവിളക്കായി തീർന്നു. വിശുദ്ധ അൽഫോൺസാമ, കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ എന്നിവരെല്ലാം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തെ വിശുദ്ധിയിൽ നയിച്ചവരാണ്. അതുകൊണ്ടാണ് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ അറിയപ്പെടാനുള്ള കാരണം. തന്റെ സൃഷ്ടാവന ഈ ഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ചെറിയ ചെടിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. തന്റെ സൃഷ്ടാവിൽ തന്നെ ജലവും ലവണവും സ്വീകരിച്ച് അത് വളർന്നു. അതിൻ്റെ വേരുകൾ ലോകമെങ്ങും വ്യാപിച്ചു. സ്വർഗത്തിലെത്താൻ ആത്മശിഷ്ടമെന്ന കുറുക്കുവഴി നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ദൈവമഹത്വത്തിനായി ചെയ്യാൻ ഈ തിരുനാൾ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം.